ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? രാവിലെ പല്ല് തേക്കാൻ എഴുന്നേരുതാ പുറത്തിറങ്ങി ഈ മരത്തിലോട്ട് നോക്കിയപ്പോഴാണ് നല്ല പഴുത്ത ഫ്രൂട്ട്സ് കാണുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി അത് അവിടെ പോയിട്ട് അത് പറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാനും ഒന്ന് ഇറങ്ങി പോവാമെന്ന് കരുതി. 2 ദിവസം നല്ല മഴയായതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ. ഞാൻ പറഞ്ഞതുപോലെ 2 ദിവസം നല്ല കാറ്റും മഴയായതുകൊണ്ട് ദേ ചക്കയൊക്കെ ഞെട്ടതെന്ന് പറഞ്ഞ് താഴെ വീണിട്ടുണ്ട്. എന്തായാലും ഒത്തിരി പഴങ്ങളുണ്ട്, നമുക്ക് പറിക്കാൻ ശ്രമിക്കാം. അതുപോലെ ഒത്തിരി പഴങ്ങൾ പഴുത്ത് താഴെ വീണ് കിടക്കുകയാണ്. നാശമായിട്ടുണ്ട്, അത് എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇതേ മരത്തിൻ്റെ താഴെ കണ്ടോ, ഇത് മൊത്തം ഇതിൻ്റെ വിത്ത് മുളച്ചിട്ടുണ്ടായ കുഞ്ഞു കുഞ്ഞു ചെടികളാണ് കേട്ടോ. നിങ്ങൾ കാണാം, ഇതെവിടെ ചക്ക വീണ് കിടപ്പുണ്ട്, ഇത് വാഴ ഒടിഞ്ഞ് കിടപ്പുണ്ട്. ഇതൊക്കെ കാറ്റിന് സംഭവിച്ചതാണ്. അപ്പം എന്തായാലും പുള്ളിക്കാരൻ പറിച്ചിട്ടിട്ടുണ്ട്, നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതാ ഈ ഫ്രൂട്ട് കണ്ടോ, ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത് ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്, നമുക്കത് നോക്കാം. മഴ പെയ്തത് കാരണം ഇവിടെ മൊത്തം ചപ്പും ചവറുമാണ്. മരത്തിൽ നിന്ന് വീഴുന്ന ചപ്പും ചവറുമാണ് ഇവിടെ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കൂ, കുറച്ച് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയൊരു ഫ്രൂട്ടാണ് കേട്ടോ. കഴിച്ചാൽ നല്ല രസമാണ്. എന്തായാലും പല്ലൊക്കെ തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ ഇത്രയും നാൾ നിൽക്കണേ. അതുകൊണ്ട് തന്നെ എനിക്ക് മഴക്കാലം ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നുന്നുണ്ട്. ഇങ്ങനെയൊന്നും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. യൂഷ്വലി ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും. പക്ഷെ ഇത്തവണ ഞാൻ ഒരുപാട് നാൾ നാട്ടിലുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോഴും അത് പറിക്കേണ്ട തിരക്കിലാണ്. ഞങ്ങളുടെ തോട്ടിൽ ഇപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. എത്രയൊക്കെ സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാലും നാട്ടിലുള്ള ജീവിതം ഭയങ്കര രസമാണ്. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു ചതുര ചതുരപ്പിലുമ്പി അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കരം ഒരു ടേസ്റ്റാണ്. അതായത് ഒരു സ്വീറ്റ് ആൻഡ് സോൾ ഒരു ടേസ്റ്റാണ് ഇതിന്. ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് വീണത്. അതും നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം. അപ്പോൾ ടാറ്റാ, എല്ലാവർക്കും സ്നേഹപൂർവ്വം ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.